ുമുണ്ടോ താഴോട്ടു പോരുമ്പോ. ഇന്നസെന്റിന് അന്ത്യാഞ്ജലി. അരനൂറ്റാണ്ട് കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന അഭിനയ പ്രതിഭയെ അവസാനമായി കാണാൻ ഒഴുകിയെത്തുകയാണ് മലയാളിക്കര. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളെത്തി. ഇപ്പോൾ മൃതദേഹം ഇരിങ്ങാലക്കുടയിലെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടെയും വലിയ ജനാവലിയാണ് പ്രിയ നടന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. വീട്ടിലും പൊതുദർശനം ഉണ്ടാകും. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നാളെയാണ് സംസ്കാര ചടങ്ങുകൾ. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നിന്നും CB അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, മലയാള സിനിമയിലും മലയാള സമൂഹത്തിന് മുൻപിലും ഇരിങ്ങാലക്കുടയുടെ അംബാസഡറായിരുന്നു ഇന്നസെന്റ്. ആ ഇന്നസെന്റിന് ജന്മനാട് വിട നൽകുകയാണ്. എന്താണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? വലിയ തിരക്കാണോ അനുഭവപ്പെടുന്നത്? മുഖ്യമന്ത്രി അല്പസമയത്തിനകം അവിടേക്ക് എത്തുമെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, ഇന്നസെന്റിന്റെ ഭൗതിക ശരീരം ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ എത്തിച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ സമയമാകാൻ പോവുകയാണ്. വലിയ തിരക്കാണ് ടൗൺ ഹാളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആളുകൾ കാത്തുനിന്ന് ഊഴമനുസരിച്ച് ഇന്നസെന്റിന്റെ ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയാണ്. ഈ നല്ല ചൂടുള്ള സമയത്ത് പോലും വെയില് തന്നെ അവഗണിച്ചു പോലും നൂറുകണക്കിന് പേരാണ് ടൗൺ ഹാളിന് മുൻപിൽ ഇന്നസെന്റിനെ ഭൗതിക ശരീരം എത്തിക്കുന്നതിന് മുൻപ് തന്നെ കാത്തു നിന്നിരുന്നത്. ഇപ്പോൾ ടൗൺ ഹാളിൽ വലിയ ജനത്തിരക്ക്. ഊഴം വെച്ച് ആളുകളെ ഇന്നസെന്റിന്റെ ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പോലീസ് അനുവദിക്കുന്നു. ഒരു വശത്ത് ചലച്ചിത്ര താരങ്ങളടക്കം ദിലീപും സിദ്ദിഖും സത്യനന്ദിക്കാടിനെ പോലെയുള്ള പ്രഗത്ഭ രാഷ്ട്രീയക്കാരോടൊപ്പം നിരവധി സിനിമാ പ്രവർത്തകർ ടൗൺ ഹാളിൽ ഇന്നസെന്റിന്റെ വിലാപയാത്രകൾക്കും എത്തിച്ചേർന്ന് ടൗൺ ഹാളിൽ ഇരിക്കുന്നുണ്ട്. മന്ത്രി K രാധാകൃഷ്ണൻ അടക്കമുള്ള ജനപ്രതിനിധികളും ടൗൺ ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺ ഹാളിലെത്തി ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നിശ്ചയിച്ചതിലും ഏറെ സമയം വൈകിയാണ് ഇന്നസെന്റിന്റെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ എത്തിക്കാൻ സാധിച്ചത്. സ്വാഭാവികമായിട്ടും നേരത്തെ നിശ്ചയിച്ചതിലും വൈകിയാകും ഇവിടെ നിന്ന് അദ്ദേഹത്തിന് ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഏതാണ്ട് 6 മണിയോടെ ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ജനത്തിന്റെ തിരക്കനുസരിച്ചായിരിക്കും അതിന്റെ ഒരു സമയക്രമം നിശ്ചയിക്കുക. ആളുകളെല്ലാം അന്ത്യാഞ്ജലി അർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമേ എന്താണെങ്കിലും ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകൂ എന്ന സൂചനയാണ്, എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, ഇരിങ്ങാലക്കുടക്കാർക്ക് ഇന്നസെന്റ് കേവലം ഒരു സിനിമാ നടൻ മാത്രമല്ല, ഒരു ജനപ്രതിനിധി, ഒരു മുൻ MP മാത്രമല്ല, അവരുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഒരുമിച്ച് നിന്ന് പ്രിയപ്പെട്ട ഒരു സഹോദരൻ കൂടിയാണ്. ഇപ്പോൾ ബിജു മേനോൻ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലെത്തി ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ബിജു മേനോൻ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്നസെന്റുമായി
ആത്മബന്ധം ഇല്ലാത്ത സിനിമാ താരങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയേറെ വലിയ താരങ്ങളും ചെറിയ താരങ്ങളുമാവട്ടെ അമരവുമാവട്ടെ അവർക്കെല്ലാം ഇന്നസെന്റുമായി അത്രയേറെ ബന്ധം, ഇവർക്കെല്ലാം ഇന്നസെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനുഭവം, ഒരു സാഹചര്യം, ഒരു കഥ പങ്കുവയ്ക്കാനുണ്ടാകും. ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്നസെന്റിന്റെ ഇടപെടലും ഉണ്ടാകും. നമുക്കറിയാം ഇന്നസെന്റിന് ഈ ഒരു സിനിമാ താരം അല്ലെങ്കിൽ ഒരു മുൻ ജനപ്രതിനിധി എന്നതിനെല്ലാം അപ്പുറം ഇന്നസെന്റിനെ ഒരു പോരാളിയായിട്ട് തന്നെയാണ് ലോകം വാഴ്ത്തേണ്ടത്. കാരണം ക്യാൻസർ എന്ന അസുഖത്തെ ചങ്കുറപ്പോടെ അതിജീവനത്തിന് മാതൃകയായ, മറ്റുള്ളവരെയും ധൈര്യപൂർവ്വം ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ പഠിപ്പിച്ച ഒരു വലിയ പോരാളി കൂടിയാണ് ഇന്നസെന്റ്. അദ്ദേഹത്തിന്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന രചന തന്നെ ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന, ധൈര്യമാകുന്ന, ഊർജമാകുന്ന രചനയാണ്. തന്റെ സ്വന്തം അനുഭവങ്ങൾ, വ്യക്തിപരമായുള്ള വേദനകൾ, മറ്റുള്ളവർ ദുഃഖത്തിലാണ്ടുപോയി സ്വയം നിരാശയിൽ പെട്ടുഴലേണ്ട സാഹചര്യത്തിൽ പോലും ജീവിതത്തിലെ ദുഃഖങ്ങളെയെല്ലാം പുഞ്ചിരിയോടെ നേരിടാൻ ശീലിച്ച, പുഞ്ചിരിയോടെ നേരിട്ട് സധൈര്യം ഉദാഹരണമായി മുന്നിൽ നിന്ന് ഇന്നസെന്റ് മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ രചനകൾ ഇവയെല്ലാം ഈ ഒരു രോഗാവസ്ഥയിൽ പെട്ടവർക്ക് അവർക്ക് ഊർജം നൽകുന്നതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തെ അതിജീവിക്കാൻ, മറികടക്കാൻ കരുത്തു നൽകുന്നതായിരുന്നു എന്ന് നമ്മൾ ഏറെ പറയേണ്ടതില്ല. അതിനപ്പുറം ഏതൊരു സാഹചര്യത്തെയും നർമ്മത്തിലൂടെ, ഹാസ്യത്തിലൂടെ ആ ഒരു വിഷയം മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കുവാൻ, എന്നാൽ പറയാനുള്ളത് കൃത്യമായി പറയുവാൻ ഇന്നസെന്റിന് സാധിച്ചിരുന്നു. മൂർച്ചയുള്ള വാക്കുകളാണെങ്കിൽ പോലും നർമ്മത്തിന്റെ, ഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ അവതരിപ്പിക്കുമ്പോൾ അതിന് കിട്ടുന്ന സ്വീകാര്യത അത് വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ അത്തരം അനുഭവങ്ങൾ ഒട്ടേറെ പേർക്കാണ് പങ്കുവയ്ക്കാൻ ഉള്ളത്. നമ്മൾ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിന് മുൻപിൽ ഇന്നസെന്റിന്റെ ഭൗതിക ശരീരം കാത്തു നിൽക്കുന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം പങ്കുവെക്കാനുണ്ടായിരുന്നതും അവരും ഇന്നസെന്റുമായിട്ടുള്ള ബന്ധമാണ്, അനുഭവമാണ്. അതിൽ പെട്ടിക്കടക്കാരൻ മുതൽ ഓട്ടോ ഡ്രൈവർ ആവട്ടെ, ഇന്നസെന്റിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം, ഒരു സ്നേഹം അവരെല്ലാം ഒരേപോലെ അനുഭവിച്ചിരുന്നു. അദ്ദേഹം വലിയ സിനിമാ താരമാകുമ്പോഴും പിന്നീട് ജനപ്രതിനിധി ആയപ്പോഴും അദ്ദേഹത്തിന്റെ ബന്ധങ്ങളിലൊന്നും ഉലച്ചിൽ വരുത്തുവാൻ, അല്ലെങ്കിൽ അതിലൊരു വലുപ്പച്ചെരുപ്പം അദ്ദേഹം ഒരിക്കലും കണ്ടിരുന്നില്ല. എല്ലാവരെയും അദ്ദേഹം ഒരുപോലെ കണ്ടു, ഒരുപോലെ സ്നേഹിച്ചു, ഒരുപോലെ പെരുമാറി. അത്തരത്തിൽ തന്റെ ജീവിതത്തിൽ തന്നെ സോഷ്യലിസവും കമ്മ്യൂണിസവും തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മുൻപിൽ ജീവിച്ചു കാണിച്ച ഒരു മഹത് വ്യക്തി കൂടിയാണ് ഇന്നസെന്റ്. നേരത്തെ ഇരിങ്ങാലക്കുടയിലെ പാർട്ടി പ്രവർത്തകരോട് സംസാരിച്ചപ്പോഴും അവർക്കെല്ലാം പങ്കുവെക്കാനുണ്ടായിരുന്നത് മറ്റാരും അറിയാതെ, വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയാതെ എന്ന് പറയുന്ന രീതിയിൽ അഗതികൾക്ക്, രോഗികൾക്ക്, അശരണർക്ക് ആശ്രയം നൽകിയിരുന്ന, സഹായം നൽകിയിരുന്ന ഇന്നസെന്റിന്റെ ആ ഒരു പെരുമാറ്റത്തെയാണ്, അദ്ദേഹത്തിന്റെ ഒരു ജീവിത രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നസെന്റിന്റെ വിയോഗം കേവലം ചലച്ചിത്ര ലോകത്തിന് മാത്രമുണ്ടാകുന്ന ഒരു നഷ്ടമല്ല. അത് പല തലങ്ങളിൽ, രാഷ്ട്രീയ തലത്തിലും അതുപോലെ തന്നെ വിനോദ തലങ്ങളിൽ മാത്രമല്ല, രാഷ്ട്രീയ തലത്തിലും മാനുഷികമായിട്ടുള്ള തലങ്ങളിലും മറ്റനേകം വ്യക്തിപരമായിട്ടുള്ള തലങ്ങളിലും ഈ സമൂഹത്തിനൊന്നാകെ നൽകുന്ന നഷ്ടം ഏറെ വലുതാണ്, വളരെ വേദനയാണ്. ഒരു വ്യക്തിക്ക് പകരം മറ്റൊരാൾക്ക് ഒരിക്കലും ആകാനാകില്ലെന്ന് പറയുന്നത് പോലെ ഇന്നസെന്റിന് പകരം മറ്റൊരാളില്ല. ഇന്നസെന്റ് മാത്രമാകുന്നു. ഇപ്പോൾ മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഇന്നസെന്റ് MP ആയി പ്രവർത്തിക്കുന്ന സമയത്ത് രവീന്ദ്രനാഥൻ ജനപ്രതിനിധിയായിരുന്നു, പുതുക്കാട് MLA ആയിരുന്നു. അദ്ദേഹവുമായിട്ട് ഏറെ ആത്മബന്ധം
പങ്കുവച്ചിരുന്ന പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ രവീന്ദ്രനാഥ്. അദ്ദേഹം അന്ത്യാഞ്ജലി അർപ്പിച്ച് അടങ്ങുകയാണ്. ഒഴുക്കാണ് ഇവിടേക്ക് ജനങ്ങളുടെ. കഴിഞ്ഞ 3/4 മണിക്കൂറായി ജനങ്ങളുടെ ഒരു നദി അണകെട്ട ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനെ ഒരു നോക്ക് കണ്ട് ഒരു പിടിപ്പൂവ് അല്ലെങ്കിൽ ഒരു പൂക്കൂട അല്ലെങ്കിൽ ഒരു റീത്ത് ഇത് അർപ്പിച്ച് ഇന്നസെന്റിനെ അവസാനമായി ഒന്ന് കണ്ട് ആളുകൾ ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒഴുക്ക് അവസാനിക്കുന്നില്ല. കാരണം അത്രയേറെ ജനങ്ങൾ ഇന്നസെന്റിന്റെ ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട ഇന്നസെനെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന് വിട ചൊല്ലാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു, കാത്തിരിക്കുകയാണ്. വിവിധ മേഖലകളിലെ പ്രഗത്ഭരും പ്രശസ്തരും എല്ലാം ഇതിനോടകം തന്നെ ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞു. സിനിമാ മേഖലയിലെ ഒട്ടേറെ പ്രവർത്തകർ കൊച്ചിയിൽ എത്തിച്ചേർന്നിരുന്നു. ദിലീപും സിദ്ദിഖും ജോജുവും ബാബുരാജും ഇടവേള ബാബുവും അടങ്ങുന്ന പ്രമുഖ താരങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തെ അനുഗമിച്ചിരുന്നു. വിലാപയാത്രയിൽ പങ്കെടുത്തിരുന്നു. അവരെല്ലാം ടൗൺ ഹാളിലുണ്ട്. തന്റെ ജന്മനാട്ടിൽ ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ഇരിങ്ങാലക്കുടക്കാർ. ഏതാണ്ട് 2:15 ഇന്നസെന്റിന്റെ ഭൗതിക ശരീരം ഇരിങ്ങാലക്കുടയിലെ ടൗൺ ഹാളിൽ എത്തിച്ചത്. അപ്പോൾ മുതൽ ജനങ്ങളുടെ ഒരു ഒഴുക്ക്, ഒരു പ്രവാഹം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വലിപ്പച്ചെറുപ്പമില്ലാതെ, ലിംഗഭേദമില്ലാതെ, പ്രായഭേദമില്ലാതെ സകലർക്കും ഇന്നസെന്റ് അത്രയേറെ പ്രിയപ്പെട്ടവനാണ്. കുട്ടികൾക്ക് തമാശ പറയുന്നൊരു മുത്തശ്ശനാകാം, സുഹൃത്താകാം, സമപ്രായക്കാർക്ക് തങ്ങളുടെ ഒപ്പം വളർന്ന ഒരാളാകാം, തങ്ങളുടെ പ്രിയപ്പെട്ട ആരോ ആണ് ഇന്നസെന്റ് ഇവർക്കെല്ലാം. അത് ഇരിങ്ങാലക്കുടക്കാർക്ക് അവരിൽ ഒരാളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സാധാരണക്കാരായി അവർക്കൊപ്പം നിന്ന അവരുടെ എല്ലാമായ ഇന്നസെന്റിന് അവർ യാത്രാമൊഴിയേകുകയാണ്. അവിടേക്ക് അനുമോദ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 1 മണിക്കൂറായി ഇരിങ്ങാലക്കുടയിൽ പൊതുദർശനത്തിൽ വെച്ചിരിക്കുന്ന ഈ ഇടത്തേക്ക് ആളുകൾ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും. നമുക്ക് തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ഇന്നസെന്റിന് വിട ചൊല്ലുകയാണ് ഇരിങ്ങാലക്കുട. 6 നൂറ്റാണ്ടുകാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന മലയാളികളെ ചിരിപ്പിച്ച അഭിനയ പ്രതിഭയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേർ എത്തി. ചലച്ചിത്ര, രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോഴും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറായി ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ പൊതുദർശനം. അല്പസമയത്തിനകം അവിടേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തും, അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമാ രംഗത്തെ നിരവധി പ്രമുഖർ ഇപ്പോഴും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇരിങ്ങാലക്കുടക്കാരൻ ആയ തങ്ങളിലൊരാളായ എല്ലാവരോടും അടുപ്പം പുലർത്തിയിരുന്ന പ്രിയ നടന് അവസാനമായി ഒരു നാക്ക് കാണാൻ നാട്ടുകാരും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇങ്ങനെ അണമുറിയാത്ത പ്രവാഹം പോലെ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ടൗൺ ഹാളിലെ പൊതുദർശന സമയം നീണ്ടേക്കാം എന്നും അറിയുന്നു. അതിനുശേഷം ഇവിടെ നിന്നും മൃതദേഹം ഇരിങ്ങാലക്കുടയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കായിരിക്കും കൊണ്ടുപോവുക. അവിടെയായിരിക്കും പിന്നീട് പൊതുദർശനം. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. ഈ പൊതുദർശനം നടക്കുന്ന ഹാളിൽ തന്നെ മന്ത്രി ബിന്ദു ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാം. മറ്റ് ജനപ്രതിനിധികളും അവിടെയുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി അവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് കരുതുന്നത്.
CV അനുമോദ് അവിടെ നിന്ന് വീണ്ടും ചേരുകയാണ്. അനുമോദ്, ടൗൺ ഹാളിൽ 1 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോഴും നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. അവസാനമായി ഒരു നോക്ക് കാണാനായി എന്താണ് അവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ? രേണുക, ടൗൺ ഹാളിലെ പൊതുദർശനം തുടരുകയാണ്. ആളുകളുടെ ഒരു ഒഴുക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്, മുഖ്യമന്ത്രി അല്പസമയത്തിനകം ടൗൺ ഹാളിൽ എത്തിച്ചേരുമെന്നാണ്. മുഖ്യമന്ത്രി ടൗൺ ഹാളിൽ എത്തിച്ചേരുന്നതിന്റെ മുന്നൊരുക്കങ്ങൾ ഇവിടെ തുടങ്ങി. പൊതുജനങ്ങളെ തൽക്കാലത്തേക്ക് ഒരു ഇടവേള, അവരുടെ പൊതുദർശനത്തിന്റെ ഇടവേള നൽകുകയാണ്. പൊതുജനങ്ങൾക്ക് അതിന് മുഖ്യമന്ത്രി വന്നു പോയതിനു ശേഷമായിരിക്കും ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക. മുഖ്യമന്ത്രി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുക. അവിടെ നിന്നും റോഡ് മാർഗം ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലെത്തും. തുടർന്ന് അന്ത്യോപചാരം അർപ്പിച്ച് അദ്ദേഹം മടങ്ങും. നേരത്തെ മന്ത്രി ആർ ബിന്ദു അവർ എറണാകുളത്ത് നിന്ന് ഭൗതിക ശരീരത്തിനൊപ്പം വിലാപയാത്രയോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുടയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രി കെ രാധാകൃഷ്ണൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ചലച്ചിത്ര താരങ്ങൾ ദിലീപും സിദ്ദിഖും ജോർജും ബാബുരാജും അടക്കുന്ന ചലച്ചിത്ര താരങ്ങൾ നിലവിൽ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ ഉണ്ട്. ഇപ്പോൾ CM പിണറായി വിജയൻ ടൗൺ ഹാളിലേക്ക് എത്താനായിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശനം, അദ്ദേഹത്തിന്റെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഈ ഒരു സമയം, അതിന് മുന്നോടിയായി ഇപ്പോൾ പൊതുജനങ്ങളെ തടഞ്ഞിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തിന് വഴിയൊരുക്കാനുള്ള നടപടികൾ പൂർത്തിയായിരിക്കുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ എത്തിച്ചേരും. നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം ഇരിങ്ങാലക്കുടയിലേക്ക് പുറപ്പെട്ടത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം റോഡ് മാർഗം മുഖ്യമന്ത്രി ടൗൺ ഹാളിലേക്ക് എത്തും. വലിയ തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 2:15 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ടൗൺ ഹാളിലെത്തുന്നത്. അപ്പോൾ മുതൽ തുടങ്ങിയ ആളുകളുടെ ഒരു ഒഴുക്ക് ഇപ്പോൾ പോലീസ് നിയന്ത്രിച്ചപ്പോൾ മാത്രമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും നൂറുകണക്കിന് ആളുകളാണ് ടൗൺ ഹാളിന് പുറത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ, തങ്ങളുടെ ജനനേതാവിനെ, തങ്ങളുടെ സഹോദരനെ ഒരു നോക്കി കാണാൻ കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് അതിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കടന്നു വരാൻ വഴി ഒരുക്കുകയാണ്. ആളുകളെ ശരീരം വെച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നും സുരക്ഷിതമായ അകലത്തിലേക്ക് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം, മുഖ്യമന്ത്രി ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഇപ്പോഴെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. മന്ത്രി ആർ ബിന്ദു, കെ രാധാകൃഷ്ണൻ അടങ്ങുന്ന മന്ത്രിമാർ നേരത്തെ തന്നെ ടൗൺ ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ടൗൺ ഹാളിലേക്ക് അല്പസമയത്തിനകം കടന്നുവരും. ഇന്നസെന്റിന്റെ ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ഇരിങ്ങാലക്കുടക്കാർ കാത്തു നിൽക്കുകയാണ്. നമുക്കറിയാം, ഒരു ചലച്ചിത്ര താരമെന്നോ മുൻ ജനപ്രതിനിധിയെന്നോ അതിലെല്ലാം അപ്പുറത്തായിട്ട് ഇവിടെ ഈ നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു മുതിർന്ന സഹോദരനോ പിതൃതുല്യനായ ഒരു വ്യക്തിയോ സുഹൃത്തോ ഒക്കെയാണ് ഇന്നസെന്റ്. ക്യാൻസറിനോടുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം, ജീവന പോരാട്ടം
അത് ഊർജം നൽകിയത് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത് അനേകം പേർക്കാണ്. മുഖ്യമന്ത്രി അവിടേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ഹാളിനുള്ളിലേക്ക് എത്തി ഇന്നസെന്റിന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കും. ഒരു നടൻ എന്നതിലുപരി സഖാവിന് വിട ചൊല്ലാൻ മുഖ്യമന്ത്രി അവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹം അകത്തേക്ക് കടക്കുന്നു, അതിൻ്റെ ഒരുക്കങ്ങൾ അവിടെ കാണാം. അല്പസമയത്തിനകം അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തും. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് ഒരു ഇടവേള ഏർപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. അവിടേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. സൈഡിലോട്ട് മാറ്. ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിച്ച് മുഖ്യമന്ത്രിയും ഭാര്യയും മടങ്ങുകയാണ്. റീത്ത് അർപ്പിച്ച് മുഷ്ടി ചുരുട്ടി അഭിവാദ്യം അർപ്പിച്ചാണ് മുഖ്യമന്ത്രി അന്ത്യാഞ്ജലികൾ അർപ്പിച്ച് ഇപ്പോൾ മടങ്ങുന്നത്. അദ്ദേഹം കുടുംബാംഗങ്ങളോട് ആശ്വസിപ്പിക്കുകയും കുടുംബാംഗങ്ങളെ കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി മടങ്ങുന്നില്ല, അവിടെ അല്പസമയം ചെലവഴിക്കുകയാണ് മുഖ്യമന്ത്രിയും ഭാര്യയും. അവിടെ മൃതദേഹത്തിന് സമീപം തന്നെ ഇരിക്കുകയാണ്. പ്രേക്ഷക സമൂഹത്തിന്റെ മനസ്സിൽ മായാത്ത സ്ഥാനം നേടിയ കലാകാരനും സാമൂഹ്യ ചുറ്റുപാടുകളെയും ജനജീവിതത്തെയും സ്പർശിച്ച് നിലപാടെടുത്ത
പൊതുപ്രവർത്തകനുമാണ് ഇന്നസെന്റ് എന്നാണ് അനുശോചനക്കുറിപ്പിൽ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. ആ നിലയ്ക്ക് കലാകാരനോടുള്ള അടുപ്പം, ഒപ്പം തന്നെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി പിന്തുടർന്ന വ്യക്തി എന്ന നിലയിൽ അങ്ങനെയുള്ള ഒരു അടുപ്പവും കൂടി ഉള്ള വ്യക്തിയാണ് ഇന്നസെന്റ്. ചാലക്കുടി മുൻ MP കൂടിയായ അദ്ദേഹത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി കുടുംബസമേതം ഭാര്യയും ഒന്നിച്ച് എത്തി അന്തിമോപചാരം അർപ്പിച്ച് ഇപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ബന്ധുക്കളോട് ചുരുക്കം വാക്കുകളിൽ സംസാരിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും മുഖ്യമന്ത്രിയും ഭാര്യയും ശ്രമിച്ചിരുന്നു. അതിനുശേഷം അവരവിടെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ നേരത്തെ മുതൽ തന്നെ അവിടെയുണ്ട്. ഇരിങ്ങാലക്കുട MLA കൂടിയായ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ അവിടെ വളരെ നേരം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ ബന്ധുക്കളോട് ആശയവിനിമയം നടത്തുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയും ഭാര്യയും അവിടെ നിന്ന് അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. വികാരനിർഭരമായ രംഗങ്ങളാണ് അവിടെ. ചലച്ചിത്ര, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിലെ നിരവധി പ്രമുഖർ ഇപ്പോഴും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ഭാര്യ കമലയ്ക്കൊപ്പം എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഇരിങ്ങാലക്കുടയിൽക്കാരായ നാട്ടുകാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ വരവ് അടുത്തപ്പോൾ അതിന് ഒരു ചെറിയ ഇടവേള നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വന്ന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്നത്. ഇപ്പോഴും പുറത്ത്, ടൗൺ ഹാളിന് പുറത്ത് ആയിരങ്ങൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. അഞ്ചു മണിവരെയാണ് നേരത്തെ ടൗൺ ഹാളിൽ പൊതുദർശനം നിശ്ചയിച്ചിരുന്നത്. ഒരുപക്ഷെ അത് നീണ്ടുപോയേക്കാമെന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം മൃതദേഹം, ഭൗതിക ശരീരം ഇരിഞ്ഞാലക്കുടയിലെ ഇന്നസെന്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. പാർപ്പിടമെന്ന് പേരിട്ട അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയി അവിടെയായിരിക്കും അതിനുശേഷമുള്ള പൊതുദർശനം. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമുക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു വാർത്തയിലേക്ക്. ലൈഫ് മിഷൻ കൊഴക്കേസിൽ സന്തോഷ് ഈപ്പന് ജാമ്യം. കലൂരിലെ പ്രത്യേക കോടതിയുടേതാണ് നടപടി. സന്തോഷ് ഈപ്പന്റെ ജാമ്യാപേക്ഷയെ ED എതിർത്തില്ല. 6 ദിവസം ED കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു. 1 ലക്ഷം രൂപയുടെ ബോണ്ടിലാണ് ജാമ്യം. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, സന്തോഷ് ഈപ്പന് ആശ്വസിക്കാവുന്ന നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. രേണുക, കേസുമായി സഹകരിക്കുന്നുണ്ടെന്ന വാദം സന്തോഷ് ഈപ്പന്റെ അഭിഭാഷകൻ ഉയർത്തുകയും അതിൽ കാര്യമായ രീതിയിലുള്ള എതിർപ്പ് EDയുടെ ഭാഗത്തു നിന്ന് വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് 1 ലക്ഷം രൂപയുടെ ബോണ്ടിൽ ജാമ്യം അനുവദിച്ചത്. കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്നാണ് ഇന്ന് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ സന്തോഷ് ഈപ്പനെ ഹാജരാക്കുമ്പോഴായിരുന്നു ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും തുടർന്ന് ഇതിൽ കേസിൽ എല്ലാ ഘട്ടത്തിലും തന്നെ ഈ അന്വേഷണവുമായി സഹകരിക്കുന്ന ഒരാൾ തന്നെയാണ് സന്തോഷ് ഈപ്പൻ എന്നൊരു വാദം ഇതിൽ ഉയർത്തുകയും ചെയ്തു. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ ഇതിൽ വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന പ്രളയബാധിതർക്ക് വേണ്ടിയുള്ള ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ UAE റെഡ് ക്രസന്റ് നൽകിയ 19 കോടി രൂപയിൽ 4.5 കോടിയോളം രൂപ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ടു എന്ന ആ രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസിലാണ് ED സന്തോഷ് ഈപ്പനെ 1ാം പ്രതിയാക്കി കേസെടുക്കുന്നത്. തുടർന്ന് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അതിൽ M ശിവശങ്കറിനെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയായിരുന്നു കരാറുകാരനായ യൂണിടാക്കിന്റെ ഉടമ സന്തോഷ് ഈപ്പനെയും ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മാസം 20-നായിരുന്നു സന്തോഷ് ഈപ്പനെ ഈ അറസ്റ്റ് ED രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചോദ്യം ചെയ്യലുകൾ ഇനി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതിൽ സ്വപ്ന സുരേഷിന്റെ ജോലി നൽകിയത് സംബന്ധിച്ചതെല്ലാം തന്നെ പിന്നീട് ചോദ്യം ചെയ്യലിലേക്ക് വന്നിരുന്നു. ഒപ്പം തന്നെയാണ് സന്തോഷ് ഈപ്പന്റെ മൊഴി കണക്കിലെടുത്തുകൊണ്ട് ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസിനെ അടക്കം ചോദ്യം ചെയ്യാൻ പലതവണ
ED വിളിച്ചു വരുത്തുകയും എല്ലാം ചെയ്തത്. അത് സന്തോഷ് ഈപ്പന്റെ അറസ്റ്റും തുടർന്ന് സന്തോഷ് ഈപ്പന് ലഭിച്ച വിവരങ്ങളുടെയും എല്ലാം തന്നെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് സന്തോഷ് ഈപ്പൻ EDയുമായി സഹകരിക്കുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ED കോടതിയെ അറിയിച്ചിട്ടുമുള്ളത്. കേസിൽ സന്തോഷ് ഈപ്പൻ അറിയിച്ച കാര്യങ്ങളും നിലപാടുകളും എല്ലാം വളരെ നിർണായകം തന്നെയാകും കേസിൽ. രേണുക. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. അന്തരിച്ച മഹാനടൻ ഇന്നസെന്റിന്റെ മൃതദേഹം ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നുമുള്ള വിവരങ്ങളിലേക്ക് നമ്മൾ എത്തും ഇടവേളയ്ക്ക് ശേഷം. ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹം 5 മണിക്ക് ശേഷം ഇരിഞ്ഞാലക്കുടയിലെ ഇന്നസെന്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും ഇന്ന് മൃതദേഹം സൂക്ഷിക്കുക. നാളെയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിലെ പാർപ്പിടം എന്ന് പേരിട്ട അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, 5 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോഴും ആളുകളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നീണ്ടുപോയേക്കാമെന്നും കരുതുന്നു. എന്താണ് വീട്ടിലെ സാഹചര്യം? അവിടെ ആരൊക്കെയാണുള്ളത്? അവിടെ സാധാരണക്കാർക്ക് പൊതുദർശനത്തിനുള്ള അവസരം ഒരുക്കുമോ? എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? തീർച്ചയായും ഇരിങ്ങാലക്കുടയെ അടയാളപ്പെടുത്തിയ ആളാണ് ഇന്നസെന്റ്. ആ ഒരു സ്നേഹം തന്നെയാണ് ഇരിങ്ങാലക്കുടക്കാർ അദ്ദേഹത്തോട് കാണിക്കുന്നത്. കലാഭവൻ മണിക്ക് ചാലക്കുടി എന്ന പോലെ ഈ നാടിൻ്റെ പേരിൽ തന്നെയാണ് ഇന്നസെന്റ് ഒരുപക്ഷെ അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ നാടിൻ്റെ പേര് ഇന്നസെന്റ് വഴിയാണ് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ എല്ലാ സ്നേഹ ബഹുമാനങ്ങളും അവർ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് നൽകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ പാർപ്പിടം എന്ന പേരുള്ള വീടാണ്. ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഏതാണ്ട് 5 മണിക്ക് ശേഷം എത്തിച്ചേരും എന്നാണ് കരുതുന്നത്. അതിനുശേഷം ഈ പൊതുജനങ്ങൾക്കടക്കം അദ്ദേഹത്തെ കാണുന്നതിനുള്ളൊരു അവസരമുണ്ടാകും. ഇതിനുശേഷം രാത്രിയോടുകൂടി വീട്ടിലേക്ക് ഭൗതിക ശരീരം മാറ്റും. നമുക്ക് എന്തായാലും ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഉണ്ട്. എങ്ങനെയാണ് അല്പം കൂടി വൈകും തോന്നുന്നത്? ഒരു 6 മണിയോടുകൂടി എത്തും. കാരണം ഇപ്പോൾ ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ വന്നിട്ടുണ്ട്, മിനിസ്റ്ററി വന്നിട്ടുണ്ട്, 2 ടൗൺ ഹാളിൽ വന്നിട്ടുണ്ട്. ഒരു 6 മണിയോടുകൂടി നമ്മുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ അവിടെ മോൻ സോണറ്റൊക്കെ അവിടെ ഉണ്ട്, അവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ട്. 2 ആഴ്ചയായിട്ട് അപ്പൻ്റെ കൂടെ തന്നെയാണ് ഉറക്കൊളിച്ച് തന്നെ ഇരിക്കുന്നത്. അപ്പൻ്റെ കൂടെ സോണറ്റ് ഭയങ്കര ദുഃഖത്തിലാണ് ആള്. അപ്പോൾ അതിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മകൻ്റെ ഭയങ്കര വിഷമം നമുക്കത് ഭയങ്കര ഒരു താങ്ങാനാവാത്തൊരു ഇതാണ്. സോണറ്റിൻ്റെ മകനുണ്ട് കൂടെ, അവരുണ്ട്, ഫുൾ ടൈം ഉണ്ട്. ഒരു 6 മണിയോടുകൂടി ഇങ്ങോട്ട് എത്താൻ സാധ്യത. ഇവിടേക്ക് ഒരു 6 മണിയോടുകൂടി എത്തും. വീടിനോടും ഈ നാടിനോടും ഒക്കെ വലിയൊരു ആത്മബന്ധം വരുന്നത്. എത്ര ഉയരങ്ങളിലേക്ക് പോയാലും വേരുകൾ മൊത്തം എത്ര ഉയരങ്ങളിലേക്ക് പോയാലും ആ ഒരു പുഞ്ചിരി മതി. ഞങ്ങളോട് വരുമ്പോൾ എത്ര മുഖത്ത് സീരിയസ്നെസ് ഉണ്ടായാലും ഒരു ചെറിയൊരു പുഞ്ചിരി മുഖത്ത് എപ്പോഴും ഉണ്ട്. ഉദിച്ചു നിൽക്കണ ഒരു സൂര്യനെ പോലെ ആള് ഒരു നല്ലൊരു പുഞ്ചിരിയോടാണ്. ഗൗരവ കഥാപാത്രം അഭിനയിക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, ആളുടെ മുഖത്തൊരു പുഞ്ചിരിയോടുകൂടിയാണ് ആള്. അത്രയും എന്താണ്, ഒന്നും അങ്ങനെ എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടിയാണ് ആള് സംസാരിക്കുന്നതെല്ലാം. ആളിതുവരെ ഞങ്ങൾ ഗൗരവത്തിൻ്റെ ഒരു ഭാവത്തിലേ കണ്ടിട്ടില്ല. ഫിലിമിലല്ലാണ്ട് നേരിട്ട് ഞങ്ങൾ ആൾക്ക് ഒരു ഇത് കണ്ടല്ലോ, എപ്പോഴും ചിരിച്ച മുഖം. ഞങ്ങളുടെ അയൽവാസികളാണ്, അതാണ് എൻ്റെ വീട്, ഓപ്പോസിറ്റാണ് വീട്. എന്നാലും ആള് നല്ല സന്തോഷമായിട്ട് എപ്പോഴും കോമഡിയും തമാശകളും പറഞ്ഞ് ഞങ്ങളോട് ഇവിടെ വരുമ്പോഴായാലും വിളിച്ചായാലും ഞങ്ങൾ പുറത്തുനിന്ന് വിളിക്കും. പുറത്തുനിന്ന് നിൽക്കുകയാണെങ്കിൽ ആൾ ഇവിടെ നടക്കണമെങ്കിലും ഞങ്ങൾ പുറത്ത് നിൽക്കണമെങ്കിൽ ആൾ വിളിച്ച് സംസാരിക്കുക ഞങ്ങളോട്. അത്രയും നല്ല ആത്മാണ്ടായിരുന്നു. എല്ലാവർക്കും ദുഃഖമുണ്ട്, വേർപാടിന് ഭയങ്കരമായ ദുഃഖമുണ്ട്. ഈ ഇന്നസെന്റിന്റെ വീടിൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള പതിവ് തമാശ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. കാരണം വീടിൻ്റെ പേര് പാർപ്പിടം എന്നാണ്. ആദ്യം അദ്ദേഹം ഒരു വീടുണ്ടാക്കിയപ്പോൾ അത് ഒരു കപ്പേളയുടെ രൂപസാദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നാട്ടുകാരെല്ലാം ഈ പണം മുടക്കി എന്തിന് കപ്പേള ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് താൻ പണം നിർമ്മിച്ചുണ്ടാക്കിയത് ഒരു വീടാണ് എന്ന് കാണിക്കാൻ വേണ്ടി പാർപ്പിടം എന്ന പേരിടുകയും പിന്നീട് നെടുമുടി വേണുവാണ് ആ പേര് നൽകിയതെന്നൊക്കെ അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വീട് എന്തായാലും 1 വർഷം മുമ്പാണ്, കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഇതിൻ്റെ കീർത്താംശം
അദ്ദേഹത്തിൻ്റെ ആ ഒരു എല്ലാ ആഗ്രഹങ്ങൾ പ്രകാരം ചെയ്തൊരു വീട് അല്ലേ? എങ്ങനെയാണ് ഈ വീടുകളെ പറ്റിയുള്ള കഥകളൊക്കെ? വീടിനെ പറ്റി ആൾക്ക് പുതിയ വീട് വരണം എന്നുള്ള ചിന്ത ഉള്ള ആണ് മകനും. ഇപ്പോൾ 4ാമത്തെ വീടാണ് ഇവിടെ തന്നെ ഇരിങ്ങാലക്കുട. 4ാമത്തെ വീട്. ഞാനുള്ള മകൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇന്നസെൻ്റ് ഏട്ടൻ്റെ കൂടി. ഞാൻ 30 കൊല്ലമായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആണ്. ഒരു ബന്ധു കൂടിയാണ് ആലിസേച്ചിട്ട്. ഓരോ ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് ബന്ധുക്കളും ഒപ്പം തന്നെ നാട്ടുകാരുമായിട്ടുള്ള വ്യക്തികൾ. എന്തായാലും ഇരിങ്ങാലക്കുടയിലെ അദ്ദേഹത്തിൻ്റെ തന്നെ 4ാമത്തെ വീടായ 4ാമത്തെ പാർപ്പിടം എന്ന് പേരിട്ട 4ാമത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. അത് 6 മണിയോടുകൂടി എത്തിക്കുമെന്നാണ് കരുതുന്നത്. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ്. രാഷ്ട്രീയ, സാമൂഹിക, ചലച്ചിത്ര മേഖലയിലെ നിരവധി പേർ അവിടെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്.